തിരുവനന്തപുരം നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. സാന്ത്വന സാജു വിവരങ്ങൾ പങ്കുവെക്കും. സാന്ത്വന, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? ഈ ബസ്സിലുണ്ടായിരുന്നവരുടെ പരിക്കിപ്പോൾ എങ്ങനെയുണ്ട്? മറ്റു വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ഇരിഞ്ചയത്ത് ഇത്തരത്തിലൊരു ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം ഉണ്ടായിരിക്കുന്നത്. നിരവധി ആളുകൾക്കാണ് ഇപ്പോൾ ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. എത്ര പേര് ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നോ എവിടുന്ന് വന്ന ആളുകളാണോ എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊന്നും നമുക്ക് ഈ ഒരു അവസരത്തിൽ ലഭ്യമല്ല. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് ഇപ്പോൾ ഈ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബസ്സിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും തന്നെ സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരവും കൂടിയാണ് നമുക്ക് ഈ ഒരു ഇടത്തു നിന്നും ഇപ്പോൾ ലഭിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ നിലവിലൊരു വ്യക്തത വന്നിട്ടില്ല. നമ്മൾ അങ്ങോട്ടേക്ക് ഉള്ളൂ. സാന്ത്വന, ദയവായി തുടരുക. പ്രദേശവാസിയായ ഒരാൾ നമുക്കൊപ്പം ചേരുകയാണ്. അബ്ദുൾ സമദ്, കേൾക്കുന്നുണ്ടോ താങ്കൾക്ക്? കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്കളുടെ പേരൊന്ന് പറയാമോ? എന്റെ പേര് അബ്ദുൾ സമദ്. ഓക്കെ, അബ്ദുൾ സമദ്, എപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്? മറ്റു വിവരങ്ങളൊന്ന് പറയാമോ? ഇപ്പൊ 1 മണിക്കൂർ ആവേ ഉള്ളൂ. ഈ ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു? ഇവരുടെ പരിക്ക് വ്യക്തമായിട്ടുള്ള കണക്ക് എത്രയാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ബസ്സിൽ ആളുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഈ ബസ്സിൽ പാട്ടൊക്കെ ഇട്ട് പോകുന്നത് പ്രദേശവാസികളെ കണ്ടിട്ടുണ്ട്, അവര് പറഞ്ഞിട്ടുണ്ട്. ഈ അമിത വേഗതയിലായിരുന്നു ബസ്? അമിത വേഗതയിലാണോ എന്ന് ചോദിച്ചാൽ നല്ല വളവായിരുന്നു. അങ്ങനെയാണ് വണ്ടി മറിഞ്ഞത്. അപ്പം എന്തായാലും അമിത വേഗതയിലാവാനാണ് സാധ്യത. ഈ സ്കൂൾ കുട്ടികളായിരുന്നു ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു. അത് താങ്കൾ അത് കണ്ട ആളും കൂടെയാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളായിരുന്നു വണ്ടിയിലുള്ളത്? കുട്ടികളാണ്. കുട്ടികൾ കുറച്ചുണ്ട്, പിന്നെ ബാക്കിയുള്ള ആൾക്കാരും ഉണ്ട് കുറച്ച്. സ്കൂള് ടൂറോ എന്തോ ആണ്. ടൂറാണോ ബസ്? ശരി, സ്കൂള് ടൂറോ എന്തോ ആണ്. ഇപ്പൊ ഈ സ്ഥലത്ത് വലിയ ഗതാഗത തടസ്സമൊക്കെ ഉണ്ടല്ലേ? ഗതാഗത തടസ്സം ഇപ്പൊ വണ്ടികളെല്ലാം പിടിച്ചിട്ടൊക്കെയാണ്. തിരുവനന്തപുരത്തോട്ട് പോകുന്നത്, വെമ്പായം ഭാഗത്തോട്ടൊക്കെ പോകുന്നത് വണ്ടികളെല്ലാം തടഞ്ഞിട്ടിട്ട് ഇപ്പൊ റോഡ് ഡീസലൊക്കെ അടിച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് റോഡ്. ഈ എപ്പോഴേ അപകടം സംഭവിച്ചത് എപ്പോഴാണ്? ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? ഏത് ആശുപത്രിയിലേക്കാണ് ഇവരെ മാറ്റിയേ? ഇപ്പം പ്രദേശത്തുള്ള മുഴുവൻ ആംബുലൻസുകളും അവിടെ എത്തിയിട്ട് വണ്ടിയിലുള്ള മുഴുവൻ ആൾക്കാരെയും നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഏത് സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ്? അതിനെപ്പറ്റി ഏതെങ്കിലും വിവരം ഉണ്ടോ താങ്കൾക്ക്? അതറിയില്ല കേട്ടാ. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഓക്കെ, തീർച്ചയായും. അപ്പോൾ സാന്ത്വന സാജു വീണ്ടും ചേരുകയാണ്. സാന്ത്വന, ഈ പ്രദേശവാസി ദൃക്സാക്ഷി കൂടിയായിരുന്നു അബ്ദുൾ സമദ്. അപ്പോൾ അബ്ദുൾ സമദ് പറയുന്നതനുസരിച്ച് കുട്ടികളാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ഇവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി എന്നതടക്കമുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. വിനോദയാത്രയ്ക്ക് പോയ ബസ്സാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. സാന്ത്വനയ്ക്ക് ഇത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവരം കിട്ടുന്നുണ്ടോ? അബ്ദുൾ സമദ് പറയുന്നതനുസരിച്ച് ആ പ്രദേശത്ത് വളവ് ബസ് തിരിഞ്ഞപ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ആ ദൃക്സാക്ഷി കൂടിയായ പ്രദേശവാസി പറയുന്നത്. അതെ അജി, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. ഒരു വലിയ വളവുള്ള ഒരു പ്രദേശമായിരുന്നു ഇത്. ഈ വളവ് തിരിഞ്ഞു വന്നപ്പോഴാണ് ഈ ബസ് മറിഞ്ഞിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ പ്രദേശവാസിയായ ദൃക്സാക്ഷി സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റെന്തെങ്കിലും അമിത വേഗതയിലായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നീട് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതല്ല നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏറ്റവും പ്രാഥമികമായി തന്നെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ, പ്രത്യേകിച്ച് പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ KR സാജുവും കൂടെ നമുക്കൊപ്പം ചേരുകയാണ്. KR സാജു, ഈ വാഹനത്തിലുള്ള ആളുകളെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കുട്ടികളാണ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏതെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പ്രാഥമികമായി അജി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം കാട്ടാക്കട പെരിങ്കട വിളയിൽ നിന്നും ടൂറിന് പോയ ആളുകളാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. ബസ് റോഡിലെ വളവിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 49 പേരോളം ബസ്സിലുണ്ടായിരുന്നു എന്ന സൂചനകളാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത്. ടൂറിസ്റ്റ് ബസ്സാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് ഇരിഞ്ചിയത്ത് വെച്ചാണ് അപകടമുണ്ടായിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റവരെ എല്ലാം തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന പ്രാഥമിക വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കും. നമ്മുടെ ഒരു പ്രതിനിധി അല്പസമയത്തിനകം തന്നെ അവിടെ എത്തിച്ചേരും ഈ സ്ഥലത്തേക്ക്, നമ്മുടെ അവിടെയുള്ള പ്രാദേശിക ലേഖകൻ. അതിനനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഒപ്പം തന്നെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കേണ്ടതുണ്ട്.
ഏതായാലും വാഹനം വളവിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണ് എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ നമുക്കുണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടമല്ല, ഇത് വാഹനത്തിന്റെ തന്നെ നിയന്ത്രണം വിട്ടത് മറിഞ്ഞതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാക്കുന്നത്. ഓരോ പരിക്ക് എത്രത്തോളം ഗുരുതരമാണോ അല്ലെങ്കിൽ സാരമുള്ള പരിക്ക് ആളുകൾക്ക് പറ്റിയിട്ടുണ്ടോ എന്ന അടക്കമുള്ള കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാൻ കഴിയും. ഏതാണ്ട് 1/4 മണിക്കൂർ മുമ്പാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് നമുക്ക് സംഭവ സ്ഥലത്തിൽ ഉള്ളവരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം.